കരഞ്ഞൂടെ എൻ്റെ ഇത്താത്തയ്ക്ക്? എന്നാലെങ്കിലും മനസ്സിൻ്റെ ഭാരം ഒന്ന് തീരുമല്ലോ. വേണ്ട, ഈ ഭാരം അങ്ങനെ തന്നെ നിന്നോട്ടെ. എല്ലാ ദുഃഖങ്ങൾക്കൊപ്പം ഇത് ഞാൻ സഹിച്ചോളാം. അതിനുവേണ്ടി മാത്രമുള്ളൊരു ജന്മമല്ലേ എൻ്റേത്. ആ വീട്ടിലേക്ക് വെറും കൈയോടെ കയറി വന്നവളല്ലേ ഞാൻ. ഇത്രയും നാളും കിട്ടിയ അവതാരം തന്നെ ധാരാളം. പിന്നെ അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതുപോലും എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്കറിയില്ല. പണം കൊണ്ടെല്ലാം നേടാൻ കഴിയൂ. അറിയില്ല. ചിലപ്പോ അവിടേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടാവും. ഇത്രയും ചെയ്തു കൂട്ടിയ ചങ്കറപ്പ് വേണ്ടല്ലോ അതിന്. കാരണം പണമാണല്ലോ മുന്നിൽ. എല്ലാം ഒളിച്ചു വയ്ക്കാനുള്ള തത്രപ്പാടിലായിരുന്നല്ലോ ഇത്താത്തേനെ ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചത്. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇത്തേനി ഇവിടെ നിൽക്കണ്ട. അവിടെ വീട്ടിലാവുമ്പോൾ കൂട്ടിന് ഉമ്മയുടെ പോരെങ്കിലുണ്ടാവും. ആദ്യ ഭാര്യയെ കാണാൻ ഇക്കയിടക്കെങ്കിലും വരാതിരിക്കില്ല. ഇത് കണ്ടോ? ഒരു ദിനം റൂഹ് പിരിയും, ഖബറിലെ ഇരുട്ടറയിൽ ചെന്നണയും. ദുനിയാവിൻ വർണ്ണശോഭയിൽ നാം മയങ്ങരുതേ. തൽക്കാല ജീവിതം മാത്രമാണിതു, മറന്നു പോകരുതേ. ദുനിയാവിൻ വർണ്ണശോഭയിൽ നാം മയങ്ങരുതേ. ഇത് കഥയുടെ അവസാനം, മറ്റൊരു കഥയുടെ തുടക്കവും. പണം എന്നു പേരുള്ള കടലാസ് കഷണങ്ങൾ വാരിക്കൂട്ടാനുള്ള ഓട്ടത്തിനിടയിൽ പലരും സ്വന്തവും ബന്ധവും മറക്കുന്നു. ദൈവത്തിനിഷ്ടമില്ലാത്ത ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ വിധിയുടെ അനിവാര്യതയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നു.
കുടുംബത്തിനു വേണ്ടി മണൽക്കാട്ടിൽ വെന്തുരുകിയ നമ്മുടെ കഥാനായകന് സ്വന്തം ഉമ്മയൊരുക്കിയ ചതിയുടെ തീക്കാറ്റിൽ ഒരിക്കൽ കൂടി ഒരുക്കേണ്ടി വന്നു. തനിക്ക് നഷ്ടപ്പെട്ടതൊന്നും അറിയാതെ എന്തോ തേടി അയാൾ ഇപ്പോഴും നമ്മുടെ കാഴ്ചയിലൂടെ കടന്നു പോകുന്നു. എരിഞ്ഞമർന്നൊരു ജീവിതത്തിന്റെ സ്മാരകമെന്നോണം ചിലർക്ക് കണ്ടു നെടുവീർപ്പിടാൻ, മറ്റു ചിലർക്ക് പരിഹസിക്കാൻ അയാൾ യാത്ര തുടരുന്നു. മഴയും വെയിലും അറിയാതെ, വിശപ്പും ദാഹവും അറിയാതെ ഒരു യാത്ര, ജീവിതയാത്ര.